KSRTC ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ സവാദ് വീണ്ടും അറസ്റ്റിൽ. മലപ്പുറത്തേക്കുള്ള KSRTC ബസ്സിൽ വെച്ചായിരുന്നു സവാദ് ലൈംഗിക അതിക്രമം നടത്തിയത്. 2023 സവാദ് സമാനമായ കേസിൽ അറസ്റ്റിലായിരുന്നു. MS ലിഷോയി വിവരങ്ങളുമായി ചേർന്നുണ്ട്. ലിഷോയി, സവാദ് എന്ന പേര് ഒരുപക്ഷെ പലർക്കും പെട്ടെന്ന് ഓർമ്മ വരില്ലായിരിക്കും, പക്ഷേ ഒരു സമയത്ത് ഒരുപാട് ചർച്ച ചെയ്ത പേരാണ്. ഇതേപോലൊരു കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ ഇയാളെ സ്വീകരിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു, അതും ചർച്ചയായിരുന്നു. ഒരു കാര്യവുമില്ല, അതാ വീണ്ടും അറസ്റ്റിലായല്ലേ അതേ കേസിൽ. തീർച്ചയായും ഈ സവാദിനെ അന്ന് പുകഴ്ത്തിയവർ ഒരുപാട് പേരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഇരയാക്കപ്പെട്ട യുവതിയെ ഇകഴ്ത്തി നിരവധി ആളുകളും രംഗത്ത് വന്നിരുന്നു. ഇതിപ്പോൾ വീണ്ടും ഇതേ സമാനമായ ഇതേ കേസിൽ തന്നെ സവാദ് അറസ്റ്റിലായിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ 14-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. മലപ്പുറത്തേക്കുള്ള ബസ്സിൽ വെച്ചാണ് ഇത്തരത്തിൽ യുവതിയോട് ഇയാൾ ലൈംഗികാതിക്രമം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ യുവതി തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. പിന്നീട് ഈ സവാദിനെ പോലീസ് അന്വേഷിക്കുകയും പിന്നീട് ഇയാളെ പിടികൂടുകയുമാണ് ചെയ്തത്. 2023 KSRTC ബസ്സിൽ വെച്ച് യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയതിനും ഇയാളെ ആദ്യം അറസ്റ്റ് ചെയ്തത്. അന്ന് ഈ സംഭവം വലിയ വിവാദമായിരുന്നു. കാരണം ആ പെൺകുട്ടി ഇയാളുടെ വീഡിയോ എടുക്കുകയും അത് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഇവനെ അന്ന് മാലയിട്ട് സ്വീകരിച്ച കുറച്ച് വേട്ടാവളിയന്മാരുണ്ട്. ആ വേട്ടാവളിയന്മാരോട് എനിക്ക് പറയാനുള്ളത്, നാണവും മാനവും ഉളുപ്പും ഉണ്ടോടാ നിനക്കൊക്കെ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഉളുപ്പുണ്ടോ നിനക്കൊക്കെ? ഇനിയെങ്കിലും നിന്റെയൊക്കെ ഈ വേലത്തരം കയ്യിൽ വെച്ചാൽ മതി. അതായത് സവാദ് എന്ന് പറയുന്നയാളെ നമുക്ക് എല്ലാവർക്കും അറിയാം. KSRTC ബസ്സിൽ നിന്നും ജീവനും കൊണ്ട് അടികൊണ്ട് തൂറി ഓടിയ ഒരുത്തനുണ്ടായിരുന്നു. എന്നിട്ട് അവനെ പിടിച്ചു ജയിലിലിട്ടു. അതായത് പോലീസുകാർ അവൻ്റെ കയ്യിൽ ചാർജ് ചെയ്തു. പിന്നീട് കോടതിക്ക് മനസ്സിലായി, കോടതി ജയിലിലിട്ടു. പക്ഷെ കുറേ നാൾ കഴിഞ്ഞപ്പോഴേ അവന് വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കൂട്ടം തന്നെ ഉണ്ടായി. അതായത് ആ സ്ത്രീകൾ പറയുന്നത് തെറ്റാണ്, അവർ പറയുന്നത് ശരിയല്ല, അവന് മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, അന്ന് തന്നെ ഇവൻ സിബ് തുറന്ന് കാണിക്കുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് പിന്നീട് എന്ന് പറഞ്ഞ് ഇവൻ പുറത്തിറങ്ങിയപ്പോൾ ഇവനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആൺകൂട്ടം എന്ന് പറയുന്ന ഒരു തെമ്മാടിക്കൂട്ടാന്നേ, ആൺകൂട്ടമൊന്നുമല്ല, ഇവറ്റകളിൽ പോയിട്ട് ഇവനെ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുവരുന്നു. അങ്ങനെ ഇവന്റെ പിന്നിൽ ഒരുപാട് ആളുണ്ട് ഇവന് മനസ്സിലാകുന്നു. പിന്നീട് ഇവന്റെ ചേഷ്ടകളായിരുന്നു ഒരാഴ്ച മുഴുവൻ എന്ന് പറഞ്ഞ് ഇവനെ പറ്റിയിട്ടുള്ള വാർത്തകൾ തന്നെയായിരുന്നു. ഇവന്റെ കഥകൾ, അയ്യോ ഇവൻ ഭയങ്കര ഡീസന്റ് ആണ്, ഇവൻ ഭയങ്കരം ഇതാണ്. പക്ഷെ അപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കമന്റുകൾ വരുന്നുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ആള് ശരിയല്ല, ഇവന്റെ നാട്ടിൽ തന്നെ അന്വേഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, ഇവന്റെ വീട്ടിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ മനസ്സിലാകും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റുകളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അന്ന് ഇതാരും ശ്രദ്ധിച്ചില്ല. അതായത് അന്ന് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ പുറകിൽ അണിനിരുന്ന് ഇവനെ എന്തോ ഒരു വലിയ സംഭവമാക്കിയിട്ട് എല്ലാവർക്കും അറിയാം കള്ളം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് വീഡിയോ കണ്ടതല്ലേ. വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ എല്ലാവരും പറയുന്നത് ഈ കുട്ടികളുടെ ഡ്രസ്സിങ്ങിനെ പറ്റിയിട്ട്, അന്ന് ഇവര് ഡ്രസ്സ് ധരിച്ച് വേറൊരു ഡ്രസ്സാണ് ധരിച്ചത്, അതുപോലെ തന്നെ ഇവർ ഇൻസ്റ്റഗ്രാം താരങ്ങളാണ്, അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ വൈറലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കോപ്രായങ്ങൾ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ നല്ല രീതിയിൽ പൊങ്കാലിയിട്ടിന്. ഞാൻ പറഞ്ഞില്ലേ, ദൈവം എന്നുള്ളത് ഒന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ സത്യമുണ്ടാകും. ഇപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്ക്, വീണ്ടും അറസ്റ്റിലായിരിക്കുകയാണ് ഇവൻ. എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ KSRTC ബസ്സിൽ ഇതുപോലെ ഈ ചേഷ്ടകൾ കാണിച്ചിട്ട് ഇനി ഇവനെ പുറത്തു വിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇനി പുറത്തു വിട്ട് കഴിഞ്ഞാൽ ഇവൻ ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്ത്രീകളെ ഇവൻ മാനഭംഗപ്പെടുത്തുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ജീവിതം നശിച്ചിട്ട് പിന്നെ കാര്യമുണ്ടോ? ഇനി ഇവനെ സ്വീകരിക്കാൻ വേണ്ടി കുറെ വട്ടാവളിയന്മാർ ഉണ്ടാകും. അതായത് വട്ടിയൂർക്കാവിലുള്ള ഏതൊരുത്തനുണ്ടല്ലോ, ഈ ആണുങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി നടക്കുന്ന ഏതൊരുത്തൻ, അവന് തന്നെ അവനെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല. എന്നിട്ടാണ് അവനൊക്കെ എന്ന് പറഞ്ഞാൽ ഇവനെ സംരക്ഷിക്കാൻ നടക്കുന്നത്. അപ്പൊ ഇതുപോലെ ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് തീയില്ലാതെ പുകയുണ്ടാവില്ല, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും. അതുപോലെ കൃത്യമായിട്ട് അവരെ വീഡിയോ എടുത്തിട്ട് തെളിവാണെന്ന് പറഞ്ഞിട്ടും ഇവിടെ ചില ആൾക്കാർക്കൊന്നും അങ്ങ് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ചില ആൾക്കാർക്കൊന്നും അങ്ങ് വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ഞങ്ങൾക്ക് സവാദാണ് വേണ്ടത്, ഞങ്ങൾക്ക് സവാദിനെയാണ് ഇഷ്ടം എന്നുള്ള തരത്തിലാണ് ചില ആൾക്കാരൊക്കെ പെരുമാറിയത്. ഇപ്പോഴെന്തായടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോഴെന്തായി? ഇപ്പോഴത്തെ കാര്യങ്ങൾ നിങ്ങൾ അന്ന് ആലോചിച്ച് നോക്കിയേ.
ഇവൻ്റെയൊക്കെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവനെ പിന്താങ്ങിയവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതു വഴിയാ ഓടിയെന്നറിയില്ല. അതായത് ഇവനെ പിന്താങ്ങിയിട്ടെന്ന് വന്ന ഒരുപാട് പേരുണ്ട്. അവസാനം ഇവൻ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോഴും മുതലക്കണ്ണീരൊഴുക്കിയ, അല്ലെങ്കിൽ സവാദിനു വേണ്ടിയിട്ട് എന്തോ ഭാഗ്യത്തിന് സവാദിനാരും വീടും അതുപോലെ ജോലിയൊന്നും ഓഫർ ചെയ്യാത്ത ഭാഗ്യം ഇല്ലെങ്കിൽ അതും കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവം അത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരുത്തന്നെ ഇതുപോലെ പ്രതിയായിട്ട് ക്രിമിനൽ കേസുകളിൽ പെട്ട് കഴിഞ്ഞാൽ അവന് വേണ്ടിയിട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു PR വർക്കാണ്. അത് കഴിയുമ്പോഴെന്ന് പറഞ്ഞാൽ അവന് ചിലപ്പോൾ വീടായിട്ടുണ്ടാകും, ഗൾഫിൽ ജോലിയായിട്ടുണ്ടാകും, നല്ല കാറായിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. അതായത് പണ്ടൊരിക്കാൻ നമ്മളെ ഈ വെള്ളം പൊങ്ങിയപ്പോൾ ഒരുത്തനിങ്ങനെ കമന്ന് കിടന്നു കൊടുത്തിന്. എന്തിനെന്നറിയാം? ആൾക്കാർക്ക് ഇവന്റെ മേലെ ചവിട്ടി കയറാൻ വേണ്ടിയിട്ട്. പിന്നെ അവനെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് എൻ്റെ പഹയ ഇത് സുഖത്തിന് വേണ്ടിയിട്ടാണ് അവൻ കിടന്നത്. അതായത് അവൻ കിടന്നത് എങ്ങനെയാ? സുഖത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ആ കിടന്നുകൊണ്ട് അവന് ഗുണമുണ്ടായി. അവന് 6 വണ്ടി കിട്ടി, അതുപോലെ തന്നെ പലതരത്തിലുള്ള സമ്മാനങ്ങൾ കിട്ടി, പിന്നെ സ്വന്തം വീട് വെക്കേണ്ട പൈസ കിട്ടി, ഗൾഫിൽ 4-5 പ്രാവശ്യം പോകാൻ കഴിഞ്ഞു. അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇവന്മാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഭയങ്കര സ്വീകരണമാണ് കിട്ടാറ്. നമ്മൾ നാരികളായ മലയാളികളാണെങ്കിൽ ഇവന്മാർക്ക് വേണ്ടിയിട്ട് പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കും. ഈ സവാദ് എന്ന് പറയുന്നവനെ അന്ന് തുറന്നു വിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇവിടെ ഇത് നടക്കുമോ? ഒരിക്കലും നടക്കത്തില്ല. അതായത് കൃത്യമായിട്ട് അന്ന് എല്ലാവരും കൂടിയിട്ട് ആ ഒരു പെൺകൊച്ചുങ്ങളെ അവരെ കല്ലെറിയാൻ വേണ്ടി വന്നു. നമ്മളിപ്പോഴും എന്ന് പറഞ്ഞാൽ അവർ ഇൻസ്റ്റഗ്രാമിൽ എന്തും കാണിക്കുന്നുണ്ട്, അതൊന്നും നമുക്കറിയില്ല. പക്ഷെ അവരെ കല്ലെറിയാനാണെന്ന് കൂടുതൽ ആൾക്കാർ നിന്നത്. ഇപ്പോഴും സവാദ് എന്ന് പറയുന്നവന്റെ യഥാർത്ഥ മുഖം അറിഞ്ഞപ്പോഴേ ഇവരൊക്കെ ശരിക്കും മാളത്തിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. പുറത്തിറങ്ങാൻ കഴിയില്ല. എങ്ങനെ പുറത്തിറങ്ങും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ നടക്കുന്ന ഒരുപാട് കലാപരിപാടികളുണ്ട്. ഈ കലാപരിപാടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ജാമ്യത്തിൽ ഇറങ്ങിയ ടീമുകളാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കള്ളന്മാരായി കഴിഞ്ഞാൽ ജാമ്യത്തിൽ ഇറങ്ങിയതാണ്. അതുപോലെ തന്നെ ഈ കൊലപാതകളാണെങ്കിൽ ജാമ്യത്തിൽ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് വിടാൻ പാടില്ല. പുറത്ത് വിടാതെ ഉള്ളിൽ തന്നെ വെക്കാനുള്ള എന്തെങ്കിലും ഒരു നിയമമുണ്ടോ? ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ പുറത്തു വന്നിട്ട് യാതൊരു ഗുണവുമില്ല. എന്തു ഗുണമാണ് ഇവനൊക്കെ പുറത്തു വന്നിട്ടുള്ളത്? ഇതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരെയും കയറി പിടിക്കാനോ? അപ്പൊ ഇവൻ അന്ന് വിചാരിച്ചത് ഇനിയിപ്പോൾ അന്ന് ഇവനൊരു അബദ്ധം പറ്റിയാന്ന് ഞാൻ ഓർത്തത്. ഞാൻ വരെ അത് വിശ്വസിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് പിടിച്ചപ്പോഴേ ഇവൻ ശരിക്കും പക്ക ഫ്രോഡാണ്. അതാണ് ഞാൻ പറയുന്നത്. ഇവൻ അന്ന് ഉള്ളിൽ ചിരിക്കുന്നുണ്ടാവും. ഇവന് ഇത്രയും സ്വീകരണം, ഇവന് വാങ്ങിച്ച മാലകൾ 10-15,000 രൂപേൻ്റെ മാലയാണ് വാങ്ങിച്ചത് ഇവന് വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണെന്നറിയില്ല. ഇവിടെ പല മാന്യന്മാരും വന്നെന്തോ വിട്ടു നിന്നിന്. ഏതായാലും അവർക്കൊക്കെ ആയിട്ടുള്ള ഒരു പണി തന്നെയാണ് ഇവനെ വീണ്ടും പിടിച്ചത്. അതേ എനിക്ക് പറയാനുള്ളൂ. ഇനി ഇവനെ ന്യായീകരിച്ചിട്ട് എങ്ങനെയാണ് വരുക? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ അന്ന് ഒരുപാട് പേര് ഇവനെ ന്യായീകരിച്ചു. ഇവൻ ബലിയാടാണ്, ഇവൻ എരയാണ്, ഇവൻ മാങ്ങയാണ്, തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വന്നിരുന്നു. ഇനി നിങ്ങൾക്ക് എന്താണ് ഇനി നിങ്ങൾ പറയാനുള്ളത്? നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അത് അപ്പോൾ രാഷ്ട്രീയവൽക്കരിക്കും, മതവൽക്കരിക്കും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ജാതി ഇതാണ്, ഇല്ലെങ്കിൽ അവൻ മതം ഇതാണ്, ഇവൻ ഇന്ന മതമാണ്, ഇവൻ ആ മതത്തിൽ നിന്നും ഇങ്ങോട്ട് വന്നതാണ്, ഇല്ലെങ്കിൽ ഇവൻ ഇന്ന രാഷ്ട്രീയക്കാരനാണ്, ഇല്ലെങ്കിൽ ഹിന്ദുവാണ്, ക്രിസ്ത്യനാണ്, മുസ്ലിമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറ്റങ്ങൾ അങ്ങ് ലഘൂകരിക്കുക ചെയ്യുന്നത്. ഇത് ഏറ്റവും വലിയൊരു അപകടം തന്നെയാണ്. കാരണം രാഷ്ട്രീയക്കാർക്ക് അവർക്ക് എന്താണ് വേണ്ടത്? ഒരു എരയെ മാത്രമാണ്. അതുപോലെ മതമൂലികൾക്ക് എന്നാ വേണ്ടത്? ഒരു എരയെ മാത്രമാണ്. അല്ലാതെ ഇവനൊന്നും പറഞ്ഞാൽ കുടുംബത്തിന് വേണ്ടിയിട്ടൊന്നും ചെയ്യാനോ അല്ലെങ്കിൽ കുടുംബക്കാരെ രക്ഷപ്പെടുത്താനൊന്നും ഇവർ ഒരു കഴിവുമില്ല. ഇവറ്റകൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ പിൻബലത്ത് കളിക്കണം. അപ്പോൾ ഏതായാലും സവാദിനെ വീണ്ടും അറസ്റ്റ് ചെയ്ത പോലീസിന് ബിഗ് സല്യൂട്ട് നൽകുകയാണ്. ഇനിയെങ്കിലും എൻ്റെ ബഹുമാനപ്പെട്ട കോടതി ഇവനെ പുറത്തുവിടാതെ സംരക്ഷിക്കണം അതിൻ്റെ ഉള്ളിൽ തന്നെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.